ഇവിടെയുള്ള മുജാഹിദുകൾ വന്നിട്ട് അവർ വാള് പറയുന്നത്, പ്രസംഗിക്കുന്നത്, ഞങ്ങൾ ആരും റസൂലുള്ളയെ നിസാരപ്പെടുത്തുന്നവരല്ല, ഞങ്ങൾ നബിതങ്ങളെ നിന്ദിക്കുന്നവരല്ല എന്നൊക്കെയല്ലേ നീട്ടി വലിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതോ? അത്തരത്തിലുള്ള ഒരു പ്രസംഗം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ആദ്യമായി നിങ്ങളൊന്ന് കേൾക്കുക. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹിനെ ഇന്ന് ലോകത്തോ ഒരു വർഗീയവാദിയും ഒരു വിധ്വംസകവാദിയും പറയാത്ത രീതിയിൽ ഹബീബിനെ നിസാരപ്പെടുത്തുന്ന രംഗങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവോ ഹുസൈൻ സലഫി എന്ന വ്യക്തി വലിച്ചു നീട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. നോക്കൂ, നിങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങൾ സാധാരണക്കാരനാക്കി പാപിയാക്കുന്നു എന്നാണ് പറയുന്നത്. നബി തങ്ങളതാ വമ്പിച്ച തെറ്റ് ചെയ്യുന്ന നേതാവാണ് പോലും. നബിയെ നിന്ദിക്കലാണ് അത്രേ മുജാഹിദുകളുടെ പരിപാടി. ഓ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചത് ഞങ്ങളല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ചവർ ഞങ്ങളല്ല എന്ന് പറഞ്ഞ ഓ മുജാഹിദ് മൗലവി, താങ്കളുടെ കൂടാരത്തിലുള്ള ആളുകളല്ലേ ഇന്ന് റസൂലുള്ളയെ നിന്ദിക്കുന്നത്? നിങ്ങളൊന്ന് കേൾക്കുക. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മൈമാക്ക എന്നും അതുപോലെ പല പല പേരുകളിൽ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കും, സഹോദരന്മാരെ വിളിക്കും. അതുപോലെ ഹബീബായ റസൂലുള്ളാഹിനെ വിളിക്കാൻ സാധിക്കുമോ? ഒരു മുസ്ലിമിന്റെ മനസ്സോ ഒരു മുസ്ലിമിന്റെ നാവ് അതിന് വഴങ്ങുമോ? എങ്കിൽ കേട്ടോളൂ, അതേ മുജാഹിദ് പാളയത്തിലെ ഒരു മൗലവി അദ്ദേഹം ഹബീബിനെ കുറിച്ച് പറയുന്നു, റസൂലുള്ള വെറും ഒരു മൈമാക്കയാണെന്ന് വിളിച്ചു പറയുന്നു. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് കേൾക്കൂ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക വിശ്വമാകെ വിശ്വാസ വിജ്ഞാന വിനയ വിമോചന വിപ്ലവവുമായി വിരാജിച്ച വിശ്വഗുരു ഹബീബായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പുണ്യപ്രവാചകൻ ഒരു മൈമാക്കയാണോ മുസ്ലിമീങ്ങളെ? ഒരിക്കലും അല്ലല്ലോ. റസൂലുള്ള ഒരു മൈമാക്കയല്ല. റസൂലുള്ള എന്നെ പോലെയോ നിങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ കാണുന്ന പീറ മൗലവിമാരെ പോലെയല്ല. മറിച്ച് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ സത്താണ്, സത്യത്തിന്റെ വിത്താണ്, സമാധാനത്തിന്റെ മുത്താണ്. ആ